സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തിൽ കഴുകുതേ. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി Hi friends, I think I'm on time. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ചാ? എന്ത് പറ്റി? Why so dull? What's the matter? Where is Anjali? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? What? എന്താ? Why? Why? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടുന്ന് കുളിക്കുന്നുണ്ടു. കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു. കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് an ice bucket challenge. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചാലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസ. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ? ആ ആന്റപ്പൻ, അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ഒന്നുമില്ലാത്തവനാണ്. അഞ്ജലി ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവനെ ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിലെ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്. അഭിമാനിയാണ് അവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടെന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? യെസ്, ബിലീവ് മീ അഞ്ജലി, upon God. നിങ്ങൾക്ക് ഫ്ലേർട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല അഞ്ജലി. ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്. മൊത്തം കുഴപ്പമില്ലെണ്ണ. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ ഈ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാൽ അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുള്ള അഞ്ജലി ചേച്ചെടുത്ത് നോണ പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ? കൂട്ടുകാരിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ മിസ്റ്റേക്ക് നോക്കാൻ പറ്റിയ സമയമുള്ള അണ്ണ ഇപ്പൊ പറയണ കേക്ക്. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളം ഞാൻ അറിഞ്ഞാ പിന്നെ പറമ്പലെന്നല്ല, ആ പഞ്ചായത്ത് പോലും കരുതില്ല. അല്ല, അണ്ണൻ ആ പൊതുവാളിനാണ് കെട്ടാൻ പോണത്. ആർക്കടികൊള്ളാതിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത് അഞ്ജലിക്ക് ആണല്ല. ഇനി ആർക്ക് വേണ്ടിട്ട് അണ്ണ പാതിരാത്രി സ്കൂളിൽ കയറിയത്? അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം ഒന്ന് റീവെന്റ് ചെയ്ത് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് വർക്കൗട്ടാവും. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെപ്പോ. ഇനി ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർക്ക് ഇപ്പൊ തന്നെ വിട്ടോ. താങ്ക് യു. അഞ്ജലി
മാഡം ഒന്ന് വേഗമാക്കോ. ഒരു മിനിറ്റ്. ഹേ സൂസൻ, മിസ്റ്റർ ആനന്ദ് വർമ്മയ്ക്ക് ബിസിനസ് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫ്രീക്വന്റ് ഫ്ലൈ കാർഡ് ഉണ്ടായിരുന്നില്ല. സോ അത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, യെസ് ഈ ആനന്ദ് വർമ്മ എന്ന് പറഞ്ഞത് വർമ്മ ഡിസൈൻസിന്റെ? യെസ് സർ, VVIP ലോഞ്ചിലുണ്ട്. സാറിന്റെ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് ഇൻഫോം ചെയ്യാനാണ്. ഓക്കെ. സോറി സാർ, മിസ്റ്റേക്ക് ആയിരുന്നു, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സാർ, സാറിന്റെ ഫസ്റ്റ് കസിൻ ഒരു മിസ്റ്റർ നരേന്ദ്ര വർമ്മ കാണണമെന്ന് പറയുന്നു. വരാൻ പറയും. ഓക്കെ സാർ. വർമ്മേട്ട ഒന്നും വിടാൻ പറയും. വരൂ. താങ്ക് യു. ഹലോ. Hey, what's this? ചാടി എഴുന്നേക്കരുത്, ഞാൻ ചാവരല്ല. ഇരിക്കെ വർമ്മേട്ടനെ മനസ്സിലായില്ലേ? നിലമ്പൂർ കോവിലത്തോടെ ഇരിക്കെ എല്ലാവരും ഇരിക്കൂ. വർമ്മേട്ട എന്നെ പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടാൽ അറിയും. ഞാനാണ് വർമ്മേട്ട, മനസ്സിലായില്ല? വർമ്മേട്ട അവിടെ ഇരിക്കേ, കാണുമ്പോ തന്നെ ചാടി എഴുന്നേക്ക. എന്തൊരു ബഹുമാനം ഇരിക്കേ. വർമ്മേട്ട ഭാര്യയില്ലേ ദേവിക വർമ്മേച്ചിയുടെ വകയുള്ള അനിയത്തില്ലേ ശാരദോപ്പോള് എന്നെ ചെറുപ്പത്തിൽ എടുത്തോണ്ട് നടന്ന എന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ ഒക്കത്തുനിന്ന് പോയിട്ടില്ല. അന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വർമ്മേട്ട സത്യമായിട്ട് ഞാനൊരു മുട്ടം പ്രശ്നത്തിലാ. ഏട്ടൻ വിചാരിച്ച പുട്ടുപോലെ അത് പരിഹരിക്കാൻ പറ്റും. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ഏട്ടാ. എനിക്കതിന് നിങ്ങളെ ശരിക്കറിയ പോലുമില്ല. എന്റെ വർമ്മേട്ട, ആളെ അറിയാൻ നോക്കിയിട്ടാണോ നമ്മൾ ആക്സിഡന്റ് പറ്റി ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? എല്ലാത്തിനേക്കാളും വലിയൊരു അപകടത്തിൽ ഞാനിപ്പോ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ എന്റെ ജീവിതം രക്ഷപ്പെടും. ഞാൻ കാല് പിടിക്കാട്ടാ. സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കാട്ടാ. ഞാനത് വല്ലാത്ത, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, എന്റെ ഭാര്യ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ വിവാഹമോചനത്തിന്റെ വക്കിലാ. ഏട്ടനൊരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവളുടെ മുമ്പിൽ വെച്ച് എന്നെ നരൻ എന്നൊന്ന് വിളിക്കണം. എന്തിന്? ആനക്കാനയുടെ വലിപ്പറിയില്ല. ഏട്ടന് സ്വന്തം വാക്കിന്റെ വില. ഏട്ടന്റെ വലിയ ഫാനാണ് എന്റെ ഭാര്യ. പൂജാമുറിയിലെ ദൈവങ്ങൾക്കൊപ്പമാണ് ഏട്ടന്റെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആനന്ദ് വർമ്മ എന്റെ പരിചയക്കാരനാണെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധത്തിലെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഏട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടന്റെ മോഹം കണ്ടാലറിയാം എന്നെ വിളിക്കുന്ന. വിളിക്കും. താനാണ് കൊള്ളാലോ. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ വർമ്മേട്ടൻ. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ വർമ്മേട്ട? താനത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണേ. പിന്നെ ഞാൻ വിശ്വസിച്ച് പോവാണ്. എന്റെ പേര് മറക്കരുത്, നരൻ. NARAN, നരൻ. അല്ലെങ്കിൽ വേണ്ട, വാനരന്റെ വാ കട്ട് ചെയ്താൽ മതി. നരൻ. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. വേറെ ഇപ്പൊ എന്താ ആലോചിക്കാമോ? ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ. ഓക്കെ അല്ലേ മോനെ ദിനേശ? അത് ഫിക്സ്, മറക്കരുത്. ഞാനൊരു വേഴാമ്പലപ്പല്ല അങ്ങോട്ട് പോവാണ്. ചൈച്ചക്കല്ലേ വിളിച്ചേക്കണേ. മിസ്റ്റർ നരൻ. ഇവിടെ അല്ല, അവിടെ വന്ന് വിളിക്കണം. പിന്നെ മിസ്റ്റർ വേണ്ടട്ടാ, ഈ ഇന്റിമസി പോവും. എല്ലാരോടും ഷറാക്കിയേക്കണേ. ഒന്ന് പറഞ്ഞേ, നരൻ. അതെ, ബടി പോലെ ഇരിക്കില്ലേ? ഒന്ന് ഷറാക്കിയണേ എന്ന് വെച്ചാൽ എല്ലാരും കൂടി കുറച്ചിട്ട് നരൻ എന്ന് വിളിച്ച് കൊളാക്കല്ലേ. പ്രാക്ടീസ് ചെയ്യും. Passengers, your kind attention, please. This is the paging call for Mr. Jasir Mohammed, passenger traveling on Indigo Airline 6E422 to Bangalore. Is kindly requested. സോറി, ഉറങ്ങാണോ നോക്കിയതാ. Immediately. Thank you. അഞ്ജലി, ഒരാളെന്തെങ്കിലും പറയാൻ വരുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ പോലെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ്. അഞ്ജലി, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നൊന്ന് എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. ഇതെന്റെ ഭാര്യയാണ്. ഇവളുടെ അച്ഛൻ എനിക്ക് 50 ലക്ഷം രൂപ ശ്രീധനായിട്ട് തരാൻ പറ്റുമോ? ഇൻസർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക പോവാലൻ. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അതൊക്കെ സത്യമൊന്നും കരുതരുത്. ചിലപ്പോൾ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് മനസ്സിലാക്കണം. പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. എവിടെ പോയി കിടക്ക? വല്ല ഓട് വഴി ഫ്ലൈറ്റ് പിടിച്ചു പോയാ? യെസ്, ഐ നോ ദീസ് വേർഡ്സ് ആർ കമ്മിങ് ഔട്ട് ഓഫ് എ പ്രജുഡീസ് മൈൻഡ്. ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും അഞ്ജലിക്ക് അത് ചെമ്പരത്തി പോയിട്ട് തോന്നും. എന്റെ നിലയോ വിലയോ അക്കാഡമിക് എക്സലൻസോ അഞ്ജലിയുടെ മുമ്പിൽ എടുത്തു കാട്ടി ഞാൻ ആളാവാൻ വന്നിട്ടില്ല. 100 കണക്കിന് മൾട്ടിനാഷണൽ കമ്പനികൾ സേവനം കാത്ത് ക്യൂ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആണ് ഞാൻ. അവരുടെ ഓഫറുകൾ നിരസിച്ച് ഞാൻ ഈ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അഞ്ജലി ജോലി ചെയ്യുന്ന നഗരമാണിത്. പണവും പദവിയൊന്നും അല്ല എനിക്ക് പ്രധാനം. സോറി സാർ, വെടിവെച്ചിടരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം. സി അഞ്ജലി, കോർപ്പറേറ്റ് ലോകത്തെ ജാടകൾ കാണിച്ച് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അഞ്ജലി എന്നെ വില വെച്ചേനെ. ബട്ട് ഐ പ്രിഫർ ടു ബി ഹംബിൾ ആൻഡ് സിമ്പിൾ ബിഫോർ യു. യു നോ, ലുക്കിലൊന്നും ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഐ മീൻ എക്സാമ്പിൾ, എബ്രഹാം ലിങ്കൺ ഒട്ടിയ കബിൾ, ചപ്പിയ താടി, ലുക്ക് ഉണ്ടായിരുന്നോ? സി, കാണുന്നതിനപ്പുറമാണ് കുട്ടി കാര്യങ്ങൾ. നരൻ. യെസ്. How are you? Hi doll. Oh God,
You again? വീണ്ടും നിങ്ങളോ? See Varma, now I am talking with the most important person in my life. Please don't disturb me again. കോടികളെക്കാൾ വിലയുണ്ട് എനിക്ക് നിമിഷങ്ങൾക്ക്. Please leave me alone, man. നരൻ ഇത് What ഇത്? Yes, I know him. ആനന്ദ് വർമ്മ. വർമ്മ ഡിസൈൻസ്. ഫാഷൻ ടൈക്കൂൺ. So what? മനുഷ്യന് മനസ്സമാധാനം തരട്ടെ. രത്തൻ ടാറ്റ, ആദിത്യ ബിർള, മഹീന്ദ്ര. എല്ലാവരോടും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് ഈ അഞ്ജലിയാണ്. അതിനേക്കാൾ വലിയ വില ഞാൻ ആർക്കും കൊടുക്കില്ല. അത് ആനന്ദ് വർമ്മ ആയാലും ശരി, അംബാനി ആയാലും ശരി. I'm sorry. It's okay. Leave it. Go, man. Sorry. Excuse me. Okay. No problem. Please leave us. Please. Okay, sorry പറഞ്ഞു വരാം, സമയം കളയാം. അഞ്ജലിക്ക് ഞാൻ പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാം. ബാംഗ്ലൂർക്ക് പോവാം. That's up to you. അത് തടയാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അഞ്ജലി പോയി കഴിഞ്ഞാൽ സത്യം അറിയാതെയാണല്ലോ അഞ്ജലി പോകുന്നതെന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പം എനിക്ക് സമാധാനമായി. ഇനി ഒരിക്കലും അഞ്ജലിയുടെ ലൈഫിലേക്ക് ഞാനൊരു തടസ്സമായിട്ടുണ്ടാവില്ല. ഗുഡ് ബൈ. ബൈ. ദൈവമേ, ആ വർമ്മത്തിൻ്റെ പഞ്ഞിക്കിടുവോ? നരൻ अंजलि 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 हो अंजलि 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 What happened, sir? Nothing. He's too smart. 24 മണിക്കൂറിൽ അവനെ പൊക്കി എൻ്റെ മുന്നിലെത്തിക്കണം. With full details. Sir, sure, sir. അയ്യോ, നമ്മുടെ രാമനുള്ളിയല്ലേ ഇത്? അയ്യോ, ദാ വെള്ളം അടിച്ച്. അയ്യോ, ദാണ്ട് സിഗരറ്റും വലിക്കുന്നു. സാറേ, നിക്കണോ പോണോ? എവിടെയെങ്കിലും പോടോ, എന്നിട്ട് രാവിലെ വരണം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടിയെടുക്കാൻ? ആക്കിയതാ? അതെ. ആഹാ, എല്ലാം ശരിയാക്കി തരാം. ഹലോ രാജേന്ദ്ര സഖാവേ, രാമനുണ്ണി വെള്ളം അടിച്ച് ലിക്ക് ഇട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. CDP NSP അവിടെ കിടക്കട്ടെ. ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യാൻ. ഞാനെന്റെ സെൽഫി എടുക്കേ. തനിക്കെന്താ? സെൽഫി വേണമെങ്കിൽ ഓക്കെ. ഇവിടെ മനുഷ്യന് സെൽഫി എടുക്കാനും പറ്റില്ലേ? താൻ ആടിയടി പൊക്കടൂ. അങ്ങനെ അമ്മൂമ്മയുടെ സെൽഫി ഞാൻ ഡിലീറ്റ് ചെയ്യടാ. കൊല്ലും ഞാൻ. എന്നോടാ പറഞ്ഞ ഡിലീറ്റ് ചെയ്യാൻ. ചെയ്യടാ. എന്താ കാണിക്കുന്നേ? ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത നീയല്ല, നിന്റെ അമ്പാടി മോഹന്റെ നെറ്റിയിലും ചൂണ്ടും ഞാൻ ഒരു ദിവസം. പക്ഷെ അത് പൊട്ടിക്കാനായിരിക്കും കേട്ടതാ. ഓ, നമുക്ക് ഈ രാജ്യത്ത് റൂമില്ലേടോ? പിന്നെ അതല്ല നമ്മുടെ റൂം. വാ നാടോ. എന്താ ഇത്? പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. വളരെ നോർമൽ. നമ്മളെ വിളിച്ച് പറയണോ? ഏതായാലും അവന്മാർ വിളിക്കുമല്ലോ. അവന്മാർ ഈ പാർട്ടി ചാനലുകാരെ മാത്രമല്ലേ വിളിക്കൂ. എക്സ്ക്ലൂസീവ് അതുപോരാ. അത് മാത്രമായി ആളുകൾ വിശ്വസിക്കൂല. ഈ വിളിക്കടോ, എല്ലാരും വരട്ടെ. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മാത്രം മതി. പറയാനുള്ളതൊക്കെ സഖാക്കന്മാര് പറഞ്ഞോളൂ. ഈ വിളിക്ക്.
മീഡിയ വിളിക്കട്ടെ സഖാവേ? വേണ്ട, അടിച്ച ചാവണം, ചതച്ചിട്ട് കാര്യമില്ല. അല്ല സഖാവേ, തോക്ക് ചൂണ്ടിയതൊരു സംഭവമല്ലേ? തെളിവൊന്നുമില്ലല്ലോ. ഒരു തുള്ളി ബോധമില്ല, ഭയങ്കര ഫിറ്റാ. അതവന്റെ അടവ, ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. വിട്ടക്ക് അവന് പിടികൊടുക്കണ്ട. ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. കതറിട്ട് നടക്കുമ്പോൾ അതിന്റെ വിശുദ്ധി ഒന്ന് മാനിക്കണം. വെറുതെ കള്ളും കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക അപ്പുറത്തും ഇപ്പുറത്തുള്ള നാറുകള്. ഭാഗ്യത്തിന് വേറെ ആരും കണ്ടില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. മീഡിയക്കാരുടെ മേളമായിരിക്കും. ഒരാളുടെ നേരെ തോക്ക് ചുണ്ടെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസാ. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു തുള്ളി കൈ കൊണ്ട് തൊട്ട് എന്റെ ശരിക്കുള്ള സ്വഭാവം ആയിരിക്കണോ പറഞ്ഞേക്കാം. തന്റെ അരയിലെന്താ? തോക്ക്. അത് ലെഫ്റ്റിലല്ലേ, റൈറ്റില്? റൈറ്റ് സൈഡിലൊന്നുമില്ല. ഒന്നുമില്ലെന്ന്. പാരമ്പര്യം, വിശുദ്ധി. ഞാൻ പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പം കുറച്ച് ഒതുക്കത്തിലടിക്കണം, അത്രേ ഉള്ളൂ. കഷ്ടം, നാണമില്ലടോ. അപ്പൊ അടിച്ചിട്ട് വന്നൊക്കെ വെറും ആക്ടിങ് ആയിരുന്നല്ലേ? ഇതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ട് പോയി വാലോർക്ക്. മീഡിയക്കാരാ. എന്താ രാമനുണ്ണി? വിളിക്കാം സാർ. മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. വരുന്നു. അയ്യോ, നാളെ പോയിട്ട് പറ്റില്ല. ചാനലൊരു ടോക്ക് ഷോ ഉണ്ട്. ഞാനും അമ്പാടി മോനും തമ്മിലാ. ഓൾഗയാണ് മോഡറേറ്റർ. അയ്യോ, അത് പറയാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. അല്ല, എന്താ എല്ലാവരും ഈ നേരത്ത്? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച ലക്ക് കേട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തോക്ക് ചൂണ്ടിയെന്ന്. മദ്യപിച്ച് കുറച്ചു മുമ്പ് ലക്ക് കിട്ടുന്നോ? എന്താണോ ഇതൊക്കെ? എന്താണാവോ? ഈ ബ്രത്ത് അനലൈസർ ഉണ്ടോ? പോലീസുകാർ ഊതിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അത് തന്നെ. അല്ലെങ്കിൽ വേണ്ട. ഞാൻ മദ്യപിച്ചുണ്ടോ? അപ്പൊ അത് തീർന്നു. അടുത്തത് തോക്ക് ചൂണ്ടൽ. ഞാൻ ആരുടെ നേരെ തോക്ക് ചൂണ്ടി എന്നാണ് പറയുന്നത്? ഞാൻ കേറി വരുമ്പോ ആ CDP പ്രവർത്തകരാണ് അവിടെ നിന്നിരുന്നത്. സഖാക്കളെ, ഞാൻ നിങ്ങളുടെ നേരെ തോക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ചൂണ്ടിയായിരുന്നോ? അയ്യോ ഇല്ല. കേട്ടല്ലോ. അല്ല, ഇൻഫോമർ ആരായിരുന്നു? അതൊരു അനോണിമസ് കോൾ ആയിരുന്നു. അപ്പൊ നമ്പർ കാണൂലോ, ഒന്ന് തിരിച്ചു വിളിച്ചേ. ഇതാ. മിക്ക ചാനലുകാരുണ്ട്, ഒരു ടെൻഷനും വേണ്ട. അതെ, ഒരു സെക്കൻഡ് കോളേ. ഹലോ, അനോണിമസ് അല്ലേ? അനോണിമസ്? ആരുടെ ആരാണ് അയാൾ? ഉദയഭാനു സാറിന്റെ സഹായിയാ. ഇതിൽ ഉദയഭാനു സാറിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഭാനു സാർ അങ്ങനെ തോന്നണില്ല. എന്തായാലും അദ്ദേഹം അടുത്ത റൂമിലുണ്ടല്ലോ, നേരെ പോയി ചോദിച്ചോളൂ. എന്തായാലും ശരി, എന്നാ ഗുഡ് നൈറ്റ്. ശരി, കാണാം. ചെന്നോ, എല്ലാവരും അപ്പുറത്തോടെ ചെന്നോ, ചെന്ന് ചോദിച്ചോളൂ. ശരി. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്ത് മനസ്സിലായി? ഭാനു സാറിന് ഒരു ചീത്തപ്പേര് ഉറപ്പായി. അതെന്ത് പോടാ. അമ്പാടി മോനൻ മുന്നിന്നെ വിട്ടു, ഭാനു പിന്നിന്നെ വിട്ടു. ഈസി, എന്റെ പിന്നിലെ കണ്ണ് ഇനി താനാ. ഗുരുവേ, ഇനി ഞാനാണ് ശിഷ്യ. ഇവന്മാരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുണ്ടല്ലേ? പോക്കറ്റിലും ഉണ്ട്, കുറച്ച് ബാങ്കിലും ഉണ്ട്. ആരാ, എന്ത് വേണം? ഞങ്ങളെ സുലൈമാൻ സാഹിബ് പറഞ്ഞയച്ചതാ. ഇതാ ഈ അഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. എന്താ ഇത്? ഇംഗ്ലീഷ് ആണല്ലോ. ഇങ്ങ് തന്നെ, ഞാനും നോക്കട്ടെ. അച്ഛൻ നമ്മുടെ ഹോട്ടലിലെ സ്ഥലത്തിന്റെ ലീസ് എഗ്രിമെന്റാ. 10 ലക്ഷം രൂപ അഡ്വാൻസും കാണിച്ചിട്ടുണ്ട്. സാഹിബിന് 10 ലക്ഷം കൊടുക്കാനുണ്ടെന്നുള്ളത് വേറെ. അതിന് ഈ എഗ്രിമെന്റിന്റെ വകുപ്പ് മനസ്സിലാകുന്നില്ല. അഡ്വാൻസ് വാങ്ങിയിട്ട് എഗ്രിമെന്റ് കൊടുക്കാത്തത് ശരിയാണോ തിരുമേനി? ഇതിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എങ്കിലും അതൊന്ന് കാണുന്നുള്ളൂ. അയ്യോ, Oh
മിച്ചേ വെങ്കിട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. നാണോ? നാണാണ് നമ്മൾ. മനസ്സിലായില്ല? നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? പണം നമ്മൾ തരും. മൂർത്തി, മൂർത്തിയോട് കൊട സുർക്കാൻ കൊടുക്കണോ? കൊട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? 1.5 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ. മൂർത്തി, നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നു. 12,10,000. 15 പൈസ ജാസ്തി ഉണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു? കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി, മേസ കൊളുങ്ങണു, അങ്ങാതെ നിൽക്കൂ. എൽകാതെ നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞ അനുസരിക്ക്. തിരുമേനി ഇനി ഒപ്പിടാൻ കൊടുക്കില്ല. താനിതിൽ ഇടപെടണ്ട. ഏർപ്പെടും. ഇനി നമ്മൾ ഇടപെടും. അടിച്ചോടിക്കണേ പറട്ടയല്ല കമ്മത്ത്, ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധ പാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇതൊരു നെക്കിയാൽ നിങ്ങളുടെ തൽവണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ. വിത്ത് ക്യാഷ്. മൂർത്തി, ഈ ഗുണ്ടന്മാരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഫോട്ടോ എല്ലാം മേടിക്കാൻ കൊടുക്കണം. നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇവരെ വിളിക്കാൻ കൊടുക്കരുത്. തിരുമേനി പേടിക്കാൻ കൊടുത്തോ? ഏയ്, ഇതിലുണ്ടയില്ല. ഉണ്ട നമ്മുടെ സേട്ടൻ കമ്മത്തിന്റെ കയ്യിലാ. അദ്ദേഹം അത് നമ്മൾക്ക് പൊട്ടിക്കാൻ തരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട മാത്രമേ ഉള്ളൂ, തോക്കില്ല. തോക്ക് നമ്മുടെ കയ്യിലല്ലേ. തോക്കിൽ ഉണ്ട ഇട്ടാലല്ലേ പൊട്ടിക്കാൻ പറ്റൂ. ഫയർ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണിപ്പോ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്. ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് വിളിച്ചത്. ഓ, എന്താ കാര്യം? എന്താ? ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തെങ്കിലും കാണാണ്ട് പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി, എന്റെ പേരെഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ഒരു വകതിരിവില്ലാത്ത മലയാളി. ഏതോ സ്വപ്നം പോൽ മഴവിൽ തിരി നീട്ടിയ പോലെ ആരോ ആരോ നീ.
ഞാൻ എവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറി അല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. ഇവിടെ നോക്കടാ, എന്തൊക്കെയായിരുന്നു ഇവിടെ. കമോൺ കമോൺ എവരിബഡി കം ഫാസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പുള്ളരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കടാ. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ജസ്റ്റ് ഫോർ എ ടൈം പാസ്. കിട്ടാ? പറയരുത് പ്ലീസ്, പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയകത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ് പറയരുത്, പറയരുത്. आपको मालूम है कौन से खींचा? मुझे पता नहीं, मगर एक आदमी इधर से भाग के चला गया. साले चल. എന്തേടോ? എന്നെ വരയ്ക്കാൻ എന്റെ ദൈവം, ഇതെന്തേ വരച്ചു വെച്ചേക്കണത്? കറക്റ്റ് ആണിത്. ആ കൈ എങ്ങനെ പിടിച്ചത്? കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഈ പടം. അതെടുക്കരുത്, അത് ഞാനാണ്. അല്ല, ഞാനല്ല. കറക്റ്റ് ആണ്, താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? അയ്യോ, ദേഖോ ദേഖോ, യേ ഉസ്കാ ചഹരാ ഹൈ. ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെയല്ലേ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല? ഓക്കെ. അയ്യോ, വേണമെങ്കിൽ പോവാണോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫൂളാണെന്ന്. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ച കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും.